ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈപ്പ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മിനിമം 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഒരു മാസം വരെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് നമ്മളെ നാട്ടിലൊക്കെ സിറോട്ട എന്നാണ് പറയുന്നത്, കാസർഗോഡൊക്കെ. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ അധികം ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ സ്നാക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു വലിയ പാത്രത്തിലേക്ക്, ഞാൻ പത്തിരിയും ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ 2 കപ്പ് മൈദയാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഉപ്പ്, ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ചെയ്താൽ അത്രയും നല്ലതെന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കളറും കൂടി, യെല്ലോ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു രസം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു യെല്ലോ കളറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ശരി, അതിനുശേഷം ഇനി നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ കുഴക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം, നല്ലൊരു ഡോ രൂപത്തിലാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആഡ് ചെയ്തിട്ട് എത്ര വെള്ളം എന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ ഡോ മിക്സാക്കി എടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു തുണി വെച്ച് കൊടുക്കാം നമ്മൾ കുഴക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫുഡ് കളറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ചായി ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മൈദ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ചൊരു അണ്ണീവന് പോലെ ആയിട്ട് കളർ വന്നിട്ടുണ്ട്. ഞാൻ യെല്ലോ കളർ ആഡ് ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് പൊടിയിലേക്കാണല്ലോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വെള്ളം ഉണ്ടല്ലോ നമ്മൾ മിക്സാക്കി എടുക്കുന്നത്, ആ വെള്ളത്തിലേക്ക് കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല കേട്ടോ. ഞാൻ ആദ്യം ചെയ്യാൻ വിട്ടുപോയി, ഇതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് മൈദ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ഒരു ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതെന്ത് ചെയ്യുക, 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് റോൾസ് ആക്കി എടുക്കണം ഈ മൈദനെ. അപ്പോൾ മീഡിയം സൈസിലുള്ള കുറച്ച് റോൾസ് ആക്കി എടുത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന അതേ കല്ലെടുത്തിട്ടുണ്ട്, പിന്നെ മൈദയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയിൽ മുക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ റോൾസ് നമ്മളൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ അത്യാവശ്യം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ചെയ്യട്ടോ, അല്ല മറ്റേ സ്പൂൺ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എല്ലായിടത്തും നല്ലോണം സ്പ്രെഡാക്കി എടുക്കാൻ കൈ കൊണ്ട് ചെയ്താൽ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു മാസം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പലഹാരം ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഹോസ്റ്റലിലപ്പോൾ ഇത് കൊണ്ടുപോകാറുണ്ടായിരുന്നു അധികം, ചിലപ്പോൾ ഉമ്മ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു കോളേജിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമില്ലല്ലോ, മെയിനായിട്ട് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആദ്യം ഞാൻ പറാത്തൻ്റെ വീഡിയോയിൽ കാണിച്ചിരുന്ന പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ബെൻഡാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കുക കേട്ടോ. റോൾ ചെയ്ത ശേഷം നല്ലോണം ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും വരാത്ത പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പുറത്തേക്കൊന്ന് വലിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ നീളം കൂടും. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് എന്തായി കിട്ടും, ഇത് പരന്ന് കിട്ടും. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ കട്ട് ചെയ്ത സാധനം ഉണ്ടല്ലോ, ഇത് ഒന്ന് ചെറിയ കഷ്ണാക്കിയിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് അങ്ങനെ നമ്മൾ നെയ്യ് തേച്ചാൽ പരത്തിയോണ്ട് ആ ലെയറിങ് ഇതിലുണ്ടാവും. നെക്സ്റ്റ് ഞാനിവിടെ നമ്മൾ
പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട്. ആ പ്രസ്സിലേക്ക് ഞാനിപ്പോൾ നെയ്പത്തിരിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചിരുന്നു. ഇതേപോലെ 2 കവർ ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ. അത് നല്ലോണം കഴുകിയിട്ട് ഉണക്കണം കേട്ടോ. ഞാൻ അതിലും പറഞ്ഞിരുന്നു, ഇത് നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് സെയിം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലോണം കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിലാണ് ഞാൻ ഇപ്പോൾ പരത്താൻ പോകുന്നത്, കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഈ കട്ട് ചെയ്ത് വെച്ച റോൾസ് ഉണ്ടല്ലോ, ആ റോൾസ് എന്ത് ചെയ്യുക, 5-6 എണ്ണം ഇതിൽ ഒന്നിച്ച് വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക. ഇത് വെച്ച് കൊടുത്ത ശേഷം മറ്റേ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുക. നല്ലോണം പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റോൾസും എന്ത് ചെയ്യണം, പരത്തിയെടുക്കണം. ഷേപ്പിലൊന്നല്ല ഇപ്പോൾ കറക്റ്റ് ഉള്ളത്, ആ ഷേപ്പ് ഇല്ലാത്തതാണ് ശരിക്കും ഇതിൻ്റെ രസം. ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യണം, പരത്തിയെടുക്കണം. നല്ല തിന്നാക്കി പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് തിക്നെസ്സിൽ തന്നെ പരത്തിയാൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ചെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി കുറച്ചെണ്ണം പരത്താതെ നമ്മൾ റോൾ ചെയ്തെടുത്തല്ലോ, അതിന് ജസ്റ്റ് കട്ട് ചെയ്തത് സെയിം ആയിട്ടാണ് ഞാൻ പൊരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 രീതിയിലും ഉണ്ടാക്കാം. അപ്പം പക്ഷേ ഞാൻ പരത്തിയെടുക്കുന്ന ആ ഒരു രീതി തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ, കാരണം അതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ മിക്സിയിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൊടിക്കുമ്പോൾ സൂക്ഷിക്കുക, മിക്സിയിൽ നനവൊന്നും ഇല്ലാത്ത പോലെ നല്ലൊരു ഫൈൻ പൗഡറായിട്ട് കിട്ടുന്ന രൂപത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. നെക്സ്റ്റ് ഇത് പൊരിച്ചെടുക്കലാണ് നമ്മളെ പരിപാടി. പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേപോലത്തെ ഒരു പരന്ന പാത്രം ഇട്ട് എടുക്കുന്നത്. കുറച്ച് എണ്ണ അധികം വേണ്ടി വരുന്നേ ഉള്ളൂ. പരന്നതിലാകുമ്പോൾ സുഖമാണ്, കുറേ എണ്ണ ഇട്ട് നമുക്ക് പൊരിക്കാൻ പറ്റും. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇതിൽ. എന്നിട്ട് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ പൊരിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക, കൂട്ടിയെ കുറയ്ക്കുക ചെയ്യരുത് തീ. ഇപ്പോൾ ഇതൊക്കെ ഇടാൻ പോകുന്നത് ഒരു അരിപ്പ പാത്രത്തിലേക്കാണ്. ഇതേപോലത്തെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവൂലേ, ആ കളർ ആവുന്നത് വരെ എന്ത് ചെയ്യണം, ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം ഫ്രൈ ആയ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇത് തിരിച്ചിട്ട് കൊടുക്കണം. പറഞ്ഞില്ല, ആകെ ഈ ഒരു പരത്തുന്ന പ്രോസസ്സാണ് കുറച്ചൊരു ടഫായിട്ട് നമുക്ക് തോന്നുക. പക്ഷെ ഇതിപ്പോൾ ഒരു പ്രാവശ്യം 2 കപ്പ് മൈദേനോട് തന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ടാക്കാൻ പറ്റും, നല്ല എമൗണ്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറേ ദിവസത്തേക്ക് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതെന്ത് ചെയ്യാവുന്ന ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും നോക്കാം. അപ്പുറത്തെ സൈഡും ഏകദേശം എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എന്ത് ചെയ്യണം, നമ്മൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ എണ്ണ നല്ലോണം ഊർന്ന ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. പൊടിച്ചു വെച്ച പഞ്ചസാര ലേറ്റ് ആക്കിയിട്ട് പിന്നെ ചൂടാറിയ ശേഷം ചെയ്യരുത്, ചെയ്താൽ പഞ്ചസാര നല്ലോണം അതിൽ പിടിക്കൂല. അപ്പോൾ തന്നെ പഞ്ചസാര ഇട്ട ശേഷം എന്ത് ചെയ്യുക, സ്പ്രിങ്കിൾ ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. കൈനോട് തന്നെ, കൈ കൊണ്ട് ചെയ്യരുത് പൊള്ളു കേട്ടോ. അപ്പോൾ ഈ കറക്റ്റ് ആ പഞ്ചസാര ഈ ചൂടിലേക്ക് എന്ത് ചെയ്യും, ഇതിലേക്ക് പിടിച്ച് ഒട്ടി നിൽക്കും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ മറ്റേ ടൈപ്പിലുള്ള പലഹാരം പൊരിച്ചെടുക്കാൻ പോവാണ്, പരത്താത്തത്. അപ്പോൾ ഇതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സിറോട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ടൈപ്പിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ 2ാമത്തെ ടൈപ്പ് ഉണ്ടല്ലോ പരത്താതെ ഉണ്ടാക്കുന്നത്, തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എളുപ്പപ്പണിയാണ്, പരത്തുന്ന ഒരു സ്റ്റെപ്പ് കുറഞ്ഞ് കിട്ടും, കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണല്ലോ. പക്ഷെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വേവും ഇല്ല, കുറച്ച് വെന്ത് കിട്ടാൻ പണിയാണ്. അതേപോലെ തന്നെ പഞ്ചസാര പുറത്ത് ഔട്ടർ കവറിൽ മാത്രമല്ലേ പിടിക്കുള്ളൂ. അപ്പോൾ അകത്ത് കടിക്കുമ്പോൾ എന്താ ആ ഒരു അകത്തൊന്നും പഞ്ചസാര ഉണ്ടാവില്ല. അപ്പോൾ ആ 2 ഡ്രോബാക്സ് ഉണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ എന്തായാലും ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പരത്തിയാൽ നല്ല കറക്റ്റായിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ പഞ്ചസാര എല്ലായിടത്തും നല്ലോണം മിക്സ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ദിവസം ഇത് സൂക്ഷിക്കാൻ പറ്റും നമുക്ക്, 1 മാസം വരെ. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.